Hi, everybody. I am Reenu Anna Matthew, your faculty for Basic Economics. In today's lecture, let's discuss a current affairs related economy topic which would give you an introduction to basics of demand and supply or an introduction to markets. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നോക്കുവാണെങ്കിൽ ഈ ടൊമാറ്റോയുടെ പ്രൈസസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റി. ഒരു 2022 ടൊമാറ്റോയുടെ പ്രൈസ് ഏകദേശം 50 രൂപയായിരുന്നു ഒരു കിലോയ്ക്ക്. 2023 ആയപ്പോഴത്തേക്കും ഇതേ ടൊമാറ്റോയുടെ പ്രൈസ് 150 ആൻഡ് ചില മാർക്കറ്റുകളിൽ 200 വരെ നമ്മൾ കണ്ടു. ഒരു 3 ടൈംസ് അല്ലെങ്കിൽ ഒരു 4 ടൈംസ് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ടൊമാറ്റോ ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നിങ്ങൾ വണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു എക്സ്പോണൻഷ്യൽ റൈസ് ഇൻ പ്രൈസ് മനസ്സിലാവണമെങ്കിൽ we need to understand the basics of demand and supply. അപ്പോൾ നമുക്കത് പെതുക്കെ മനസ്സിലാക്കാം. So let's start with demand. അപ്പോൾ എന്താണ് demand? Demand is simply what you need. ഫോർ എക്സാമ്പിൾ, എല്ലാ ദിവസവും എനിക്കൊരു കപ്പ് ചായ വേണം, എനിക്ക് കുടിച്ചേ പറ്റത്തുള്ളൂ. ഓർ ഐ ഹാവ് എ ഡിമാൻഡ് ഫോർ എ കപ്പ് ഓഫ് ചായ ഓൺ എ ഡെയിലി ബേസിസ്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണോ അതിനെയാണ് നിങ്ങൾക്ക് അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ്, വാട്ട് ഈസ് സപ്ലൈ? ഇപ്പൊ എനിക്ക് എല്ലാ ദിവസവും ചായ വേണോന്ന് പറഞ്ഞ് ഞാൻ വെറുതെ ഇരുന്നാലൊന്നും ചായ കിട്ടത്തില്ലല്ലോ. ആരെങ്കിലും ഒരാൾ പഞ്ചസാരയും തേയിലയൊക്കെ ഇട്ട് ചായ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വരണ്ടേ? So that process of production is what we call as supply, or supply is simply what is available. But demand endana? Demand is what you need and supply is what is available in the market. Clear aanallo? ഇനി നമുക്ക് ഈ ഡിമാൻഡ് സപ്ലൈ ഡൈനമിക്സ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ എടുത്തത് നോക്കാം. നമുക്ക് ഈ ചായയുടെ കേസ് തന്നെ എടുക്കാം. ചായയുടെ ഡിമാൻഡ് ഇവിടെ ഉണ്ട്, സപ്ലൈ ഇവിടെ ഉണ്ട്, ചായയുടെ പ്രൈസ് ഉണ്ട്. Let us assume the price of chaya is ₹10. ഓക്കെ, ഇനി നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ കേസ് എടുക്കാം. ഈ ഏരിയയിൽ അല്ലെങ്കിൽ ഈ ലൊക്കാലിറ്റിയിൽ ചായ കുടിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ആൻഡ് എനിക്ക് ഒരൊറ്റ ചായ മതി. സോ ഡിമാൻഡ് ഫോർ ചായ is coming from Reenu and Reenu is only demanding 1 cup of a chaya. അപ്പൊ ഇവിടെ ചായയുടെ ഡിമാൻഡ് എത്രയാണ്? 1 ചായയുടെ ഡിമാൻഡ്. ഇനി ഓൺ ദ അതർ ഹാൻഡ് സപ്ലയേഴ്സ്, ഇവിടെ ചായ അടിക്കുന്ന 3 ചേട്ടന്മാരുണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഒരു ജോസേട്ടനുണ്ട്, ഒരു ദാസപ്പേട്ടനുണ്ട്, ഒരു രാമൻ ചേട്ടനുണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ആൻഡ് ഇവർ 3 പേരും ഓരോ ചായ വീതം അടിക്കുമെന്നും നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ചായയുടെ സപ്ലൈ എത്രയാണ്? 1 + 1 + 1 which is 3. So this is a case where demand of the commodity is less than the supply of the commodity. കാരണം ഡിമാൻഡ് 1 ആണ്, സപ്ലൈ 3 ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്ക് ഇവരുടെ ആറടുത്തുനിന്ന് വേണമെങ്കിലും ചായ കുടിക്കുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ജോസേട്ടനും ദാസേട്ടനും രാമചേട്ടനും ഏകദേശം ഒരേ ലെവലിലുള്ള ചായയൊക്കെ ഉണ്ടാക്കും. എനിക്കപ്പോൾ ഇവരുടെ ആടത്തുനിന്ന് കുടിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇവരുടെ 3 പേരുടെയും കേസ് അങ്ങനെയല്ലല്ലോ. ഇവർക്ക് ഡെസ്പറേറ്റ്ലി ഈ ചായ എന്നെ കൊണ്ട് കുടിപ്പിച്ചേ പറ്റത്തുള്ളൂ, അല്ലെ എനിക്ക് വിറ്റേ പറ്റത്തുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കുന്നത്? ജോസേട്ടൻ വന്ന് എന്നോട് പറയും, റീനു എനിക്ക് 10 രൂപ തരണ്ട, എനിക്ക് 9 രൂപ തന്നാൽ മതി, നീ മറ്റവന്മാരുടെ നിന്ന് ചായ കുടിക്കണ്ട, എൻ്റെ നിന്ന് ചായ കുടിക്കാൻ പറയും. അപ്പോൾ ദാസേട്ടൻ പറയും, റീനു എനിക്ക് 9 തരണ്ട, 8 രൂപ തന്നാൽ മതി, എൻ്റെ ഇവിടെ നിന്ന് ചായ കുടിക്കാൻ പറയും. പക്ഷേ ഇത് കേൾക്കുമ്പോൾ രാമൻചേട്ടൻ പറയും, 8 രൂപയ്ക്ക് ചായ ഉണ്ടാക്കിയാൽ എനിക്ക് മുതലാവത്തില്ല, എനിക്കത് ഒട്ടും ലാഭമല്ല, ഐ എം ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദി മാർക്കറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ സപ്ലൈ എത്രയാണ്? ഇനി രാമൻചേട്ടൻ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. അപ്പൊ ഇവിടെ സപ്ലൈ എത്രയാണ്? 3 എന്നുള്ളത് മാറി, സപ്ലൈ ഹാസ് ബിക്കം 2. ഓക്കെ, ഇപ്പോഴും മാർക്കറ്റ് സ്റ്റേബിൾ ആയോ? കാരണം മാർക്കറ്റ് സ്റ്റേബിൾ അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഷുഡ് ബി ഈക്വൽ ടു സപ്ലൈ. സ്റ്റിൽ ഇവിടെ ഡിമാൻഡ് സപ്ലൈനേക്കാളും ചെറുതാണ്. അപ്പൊ ഈ ബാർഗെയിനിങ് പ്രോസസ്സ് പിന്നെയും കണ്ടിന്യൂ ചെയ്യും. ജോസേട്ടൻ പിന്നെയും പറയും, റീനു എനിക്ക് 7 രൂപ തന്നാൽ മതി, നീ എൻ്റെ നിന്ന് മാത്രം ചായ വാങ്ങിക്കാൻ പറയും. ഓട്ടോമാറ്റിക്കലി ദാസപ്പൻ ചേട്ടൻ പറയും, 7 രൂപയ്ക്ക് ചായ അടിച്ചാൽ എനിക്ക് മുതലാവത്തില്ല, ഐ എം ഓൾസോ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദി മാർക്കറ്റ്. സോ നൗ ദ സപ്ലൈ ഹാസ് ചേഞ്ച്ഡ് ഫ്രം 2 to 1. or the demand is now equal to supply. ഇപ്പൊ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലായല്ലോ. അപ്പൊ ആദ്യം ഡിമാൻഡ് സപ്ലൈനേക്കാളും ചെറുതായിരുന്നു, പക്ഷേ
പ്രൈസ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തി ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആക്കി, അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാക്കി. So when demand of a commodity is lesser than the supply of the commodity, what happens to the prices? Price falls. Clear ആണോ? When demand is lesser than supply, price of the commodity falls to eliminate some suppliers from the market. So this is the first equation. When demand is lesser than supply, price falls. ഇനി നമുക്ക് ഇതിന്റെ ഉൾട്ടാ സിറ്റുവേഷൻ എടുത്തു നോക്കാം. നമുക്ക് ഇതേ ചായക്കട കേസ്, പക്ഷെ ആൾക്കാർ മാറുകയാണ്. ചായയുടെ വില എഗെയിൻ സ്റ്റാർട്ട്സ് അറ്റ് ₹10. പക്ഷെ ഇവിടെ ഡിമാൻഡ് ചെയ്യുന്ന 3 ഡിഫറെന്റ് ആൾക്കാരുണ്ട്. റീനു ഉണ്ട്, സാൻഡ്ര ഉണ്ട്, ആൽബിൻ ഉണ്ട്. ഇങ്ങനെ 3 പേര് ഇപ്പൊ ചായ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവർക്ക് 3 പേർക്കും ഓരോ ചായ വീതം വേണം. So now what is the demand for chai in the market? It is 3. 1 plus 1 plus 1, 3 ആണ് ചായയുടെ ഡിമാൻഡ്. ആൻഡ് ലെറ്റ്സ് അസ്യൂം ഇവിടെ ചായ അടിക്കുന്ന ഒരൊറ്റ ചേട്ടനേ ഉള്ളൂ, ജോസേട്ടൻ മാത്രമേ ഇവിടെ ചായ അടിക്കുന്നു ഉള്ളൂ. സോ ദ സപ്ലൈ ഓഫ് ചായ ഇസ് 1. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് എ കേസ് ഓഫ് ഇക്വിലിബ്രിയം. ഇവിടെ ഡിമാൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ഓഫ് ദി കമ്മോഡിറ്റി. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവർക്ക് 3 പേർക്കും ഡെസ്പെററ്റ്ലി ചായ കുടിച്ചേ പറ്റത്തുള്ളൂ. ആകെ ഒരൊറ്റ ചായ ജോസേട്ടൻ ഉണ്ടാക്കുന്നു ഉള്ളൂ. അപ്പൊ എന്താ പറ്റുന്നത്? റീനു ആദ്യം വന്ന് ജോസേട്ടനോട് പറയും, ജോസേട്ടാ ഞാൻ 11 രൂപ തരാം, ചായ അവർക്ക് കൊടുക്കാതെ എനിക്ക് തന്നെ തരണേന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് സാൻഡ്രയ്ക്കും കുടിക്കണമല്ലോ. സാൻഡ്രയും വന്ന് പറയും, ചേട്ടാ ഞാൻ 12 രൂപ തരാമെന്ന് പറയും. അപ്പോൾ ആൽബിൻ പറയും, 12 രൂപയ്ക്ക് ചായ കുടിക്കാനുള്ള പാങ് എനിക്കില്ല, ഐ ആം ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദി മാർക്കറ്റ് എന്ന് ആൽബിൻ പറയും. സോ നൗ ദ ഡിമാൻഡ് ഓഫ് ദ കമ്മോഡിറ്റി ഇസ് 2, കാരണം ആൽബിൻ ഹാസ് ഗോട്ടൺ ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. ഓക്കെ, ഇനി ആരാ ഉള്ളത്? റീനും സാൻഡ്രയും. ഈ ബാർഗെയിനിങ് പിന്നെയും കണ്ടിന്യൂ ചെയ്യും. സാൻഡ്ര പറയും, ജോസേട്ടാ ഞാൻ 15 രൂപ തരാം, എനിക്ക് ആ ചായ തരാൻ പറയും. അപ്പോൾ റീനു എന്ത് പറയും? 15 രൂപയ്ക്ക് ചായ കുടിക്കാനുള്ള പാങ് എനിക്കില്ല, ഐ ആം ഓൾസോ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. സോ നൗ ദ ഡിമാൻഡ് ഓഫ് ദ കമ്മോഡിറ്റി ഇസ് 1 and the supply of the commodity is 1 and the market has come to equilibrium. So ഇവിടെ എന്താ സംഭവിച്ചത്? പ്രൈസ് has increased or price has risen. So when demand of the commodity is greater than the supply of the commodity, prices would go up. അപ്പോൾ ഈ 2 സാധനവും ക്ലിയർ ആണല്ലോ. വാട്ട് ഹാപ്പൻസ് വെൻ ഡിമാൻഡ് ഇസ് ലെസർ ദാൻ സപ്ലൈ, വാട്ട് ഹാപ്പൻസ് വെൻ ഡിമാൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലായല്ലോ. എങ്ങനെയാണ് പ്രൈസ് മാർക്കറ്റിനെ ഇക്വിലിബ്രിയത്തിലോട്ട് പിടിച്ചിടുന്നതെന്ന് മനസ്സിലായല്ലോ. കാരണം വേറെ ആരും ഇവിടെ ഇടപെടുന്നില്ല. പ്രൈസ് ഒരു ഇൻവിസിബിൾ ഹാൻഡ് എന്നാണ് എക്കണോമിസ്റ്റുകൾ പ്രൈസിനെ വിളിക്കുന്നത്. ബിക്കോസ് പ്രൈസ് ഓൺ ഇറ്റ് സെൽഫ് ഇസ് വർക്കിംഗ് ടു കറക്റ്റ് ദ മാർക്കറ്റ്. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ 2 കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ, വാട്ട് ഹാപ്പൻസ് വെൻ ഡിമാൻഡ് ഇസ് ലെസർ ദാൻ സപ്ലൈ, വാട്ട് ഹാപ്പൻസ് വെൻ ഡിമാൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കിനി നമ്മൾ ആദ്യം പറഞ്ഞ ടൊമാറ്റോയുടെ പ്രൈസ് എക്സാമ്പിളിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ ടൊമാറ്റോയുടെ കേസിൽ എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 വർഷം മുന്നേ ഹീറ്റ് വേവ്സും പെസ്റ്റ് അറ്റാക്കും കാരണം ഫാമേഴ്സ് ഒരു 2 വർഷം മുന്നേ പ്രൊഡ്യൂസ് ചെയ്ത ടൊമാറ്റോസ് ലോ ക്വാളിറ്റി ടൊമാറ്റോസ്, ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ടൊമാറ്റോസ് ആയിരുന്നു ഫാമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഈ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ടൊമാറ്റോ ആരെങ്കിലും ഡിമാൻഡ് ചെയ്യോ? ഇല്ല, നോബഡി വാണ്ട്സ് ദാറ്റ്. അപ്പൊ ആ സമയം ഡിമാൻഡ് ഫോർ ടൊമാറ്റോസ് വെർ ലെസർ ദാൻ ദ സപ്ലൈ ഓഫ് ടൊമാറ്റോ. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ പ്രൈസിന് എന്താ പറ്റുന്നത്? ഡെഫിനറ്റ്ലി പ്രൈസ് കുറയും. അപ്പം ആ 2 വർഷം മുന്നേ പ്രൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ ഒരു കർഷകന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിക്കുമ്പം ഇത്രയും വില കുറഞ്ഞ തക്കാളി കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഒരു രീതിയിലും ലാഭം ഉണ്ടാകത്തില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? തക്കാളി കൃഷി കുറച്ചു ഫാമേഴ്സ് അത് നിർത്തിപ്പോയി, കുറച്ച് ഫാമേഴ്സ് അതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചു, ഓർ സപ്ലൈ അവർ നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും കുറച്ചു. ഈ പ്രൈസ് കുറവായതുകൊണ്ട് അവർ സപ്ലൈ നെക്സ്റ്റ് ഇയറിലേക്ക് കുറച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഓൾറെഡി അവർ സപ്ലൈ കുറച്ചു, ഇതിൻ്റെ മണ്ടേ കൂടെ ആ വർഷം നമുക്ക് മൺസൂൺ അത്ര ഫേവറബിൾ ആയിരുന്നില്ല, നല്ല മഴ കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഓൾറെഡി ഉള്ള തക്കാളി കൃഷിയും കൂടെ അത്ര പ്രോഫിറ്റബിൾ അല്ല, അത്ര എഫിഷ്യൻ്റ് ആയില്ല, ഓർ സപ്ലൈ ഹാസ് ബിക്കം ഫാർ ലെസർ ദാൻ ഡിമാൻഡ്. അപ്പോൾ ഫസ്റ്റ് റീസൺ ഫാമേഴ്സ് തന്നെ പ്രൊഡക്ഷൻ കുറച്ചു, സെക്കൻഡ് റീസൺ മൺസൂൺ നമ്മളെ ചതിച്ചു, അത്ര ഔട്ട്പുട്ട് കിട്ടിയില്ല. ഇങ്ങനൊരു കണ്ടീഷനിൽ വാട്ട് ഹാപ്പൻസ് ഇഫ് സപ്ലൈ ഇസ് ഫാർ ലെസർ ദാൻ ഡിമാൻഡ് ഓർ ഡിമാൻഡ് ഇസ് ഫാർ ഗ്രേറ്റർ ദാൻ സപ്ലൈ? എന്താ പ്രൈസിന് പറ്റുന്നത്? പ്രൈസ് വുഡ് റൈസ്
റിയലി ഹൈ. അപ്പൊ അങ്ങനെയാണ് ഈ 50 രൂപയിൽ കിടന്ന തക്കാളിയുടെ വില 200, 250 നമ്മൾ കണ്ടു തുടങ്ങിയത്. സോ ഡു യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഹൗ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫങ്ഷൻസ് ഇൻ ദ മാർക്കറ്റ്? ഡു യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്? ഓക്കെ, ഇനി നമുക്കൊരു ചെറിയ എക്സാമ്പിൾ, ഇപ്പോൾ റീസെന്റ് നടന്ന വേറൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞ് നമുക്കിതൊന്ന് സോളിഡിഫൈ ചെയ്യാം. ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ നടന്ന സമയത്ത് യൂറോപ്യൻ മാർക്കറ്റിൽ പെട്രോളിന്റെയും ഡീസലിന്റെയൊക്കെ വില ഭയങ്കരമായിട്ട് കൂടിയ വാർത്ത നമ്മളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പെട്രോളും ഡീസലും എവിടെ നിന്നാണ് വരുന്നത്? ക്രൂഡ് ഓയിലിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഗ്ലോബലി എല്ലാ കൺട്രീസിൻ്റെ കയ്യിലൊന്നും ക്രൂഡ് ഓയിൽ റിസർവ്സ് ഇല്ല. ഇപ്പം നമുക്കാണെങ്കിലും അത്ര ക്രൂഡ് ഓയിൽ റിസർവ്സ് ഒന്നുമില്ല. വെരി ഫ്യൂ കൺട്രീസ് ഹാവ് ഹ്യൂജ് അമൗണ്ട്സ് ഓഫ് ക്രൂഡ് ഓയിൽ റിസർവ്സ്. ആ കൺട്രീസിനെയാണ് നമ്മൾ ഒപെക് കൺട്രീസ് ഓർ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒപ്പക്കിന്റെ കൂടെ റഷ്യയുടെ കയ്യിലും അത്യാവശ്യം നല്ല രീതിയിൽ റിസർവ്സ് ഉണ്ട്. അപ്പൊ ഈ യൂറോപ്യൻ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ പ്രൊവൈഡ് ചെയ്തിരുന്നത് ഈ ഒപ്പെക്കും റഷ്യയും രണ്ടുപേരും കൂടെ ചേർന്നിട്ടായിരുന്നു. സോ വെൻ ഇറ്റ് കംസ് ടു ക്രൂഡ് ഓയിൽ മാർക്കറ്റ് ഇൻ യൂറോപ്പ്, ദ സപ്ലൈ വാസ് എൻഷോർഡ് ബൈ ബോത്ത് ഒപെക് ആൻഡ് റഷ്യ. ആൻഡ് നമ്മുടെ ഡിമാൻഡ് എന്താണ്? യൂറോപ്യൻ മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ ഡിമാൻഡ് അതുപോലെ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഈ റഷ്യ ഉക്രൈൻ വാർ വന്നപ്പോഴത്തേക്കും ഈ യൂറോപ്യൻസ് എല്ലാവരും ഒരു മോറൽ കൺസേണിന്റെ പുറത്ത് പറഞ്ഞു, ഇത്രയും അക്രമക്കാരായ റഷ്യക്കാരുടെ ഓയിൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവർ സ്വന്തമായിട്ട് പറഞ്ഞു റഷ്യക്കാരുടെ ഓയിൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് യൂറോപ്യൻസ് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ സപ്ലൈന്ന് റഷ്യ അങ്ങ് കട്ടായി, ഓർ ദ സപ്ലൈ ഹാസ് ബിക്കം ലെസ്സർ ദാൻ ഡിമാൻഡ് ഓഫ് ദി കമ്മോഡിറ്റി. അപ്പൊ ഈ കണ്ടീഷനിൽ പ്രൈസ് എന്താ പറ്റുന്നത്? പ്രൈസ് വുഡ് ഇൻക്രീസ്. So this was the reason why we saw a hike in prices of petrol and diesel in European market post Russia-Ukraine conflict. Okay? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഡിമാൻഡ് സപ്ലൈ ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ കടയിൽ പോകുമ്പോൾ അവിടുത്തെ കടയിൽ ചേട്ടൻ പറയത്തില്ലേ, സീസൺ ആയതുകൊണ്ട് സാധനങ്ങൾക്ക് വില കുറവാണ്. സോ വാട്ട് ഇസ് സീസൺ ആവുമെന്ന് പറഞ്ഞാൽ എന്താ? ആ സാധനത്തിന്റെ സപ്ലൈ കൂടുക എന്നാണ് അതിൻ്റെ അർത്ഥം. മാങ്ങ സീസണിൽ മാങ്ങയുടെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. സോ സപ്ലൈ ഇസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ്. അപ്പോൾ എന്ത് പറ്റും? പ്രൈസ് കുറയും. അപ്പോൾ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ പത്രം വായിക്കുമ്പോഴാണെങ്കിലും ഡെയിലി ലൈഫിലാണെങ്കിലും ഇഫ് യു എൻകൗണ്ടർ ഇൻസ്റ്റൻസസ് വെർ പ്രൈസസ് ഹാവ് ഗോൺ അപ്പ് ഓർ ഗോൺ ഡൗൺ, യു ഹാവ് ടു ലിങ്ക് ഇറ്റ് ടു ദ ബേസിക്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പം ഇത് ക്ലിയർ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ നമുക്ക് പോവാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ പോർഷനിലോട്ട് പോകുന്നില്ല, ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നമുക്ക് നിർത്താം. ഓക്കെ, നമ്മളൊക്കെ കുഞ്ഞിലെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇത്രയും പട്ടിണി അനുഭവിക്കുന്ന ആൾക്കാരും പാവങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഗവൺമെന്റ് കുറച്ച് കറൻസി അങ്ങ് പ്രിന്റ് ചെയ്ത് കൊടുത്തൂടെയെന്ന്. ഡെഫിനറ്റ്ലി ഓൾ ഓഫ് യു ഹവ് തോട്ട്, അല്ലെങ്കിൽ വലുതാകുമ്പോൾ ആരെയും നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് പല ഗവൺമെന്റും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റുകളും ഇപ്പൊ ചുമ്മാ കറൻസി പ്രിന്റ് ചെയ്ത് പാവങ്ങൾക്ക് കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അൺലിമിറ്റഡ് ആയിട്ട് കറൻസി അങ്ങ് പ്രിന്റ് ചെയ്താൽ പോരെ. അതിനൊരു റീസൺ ക്യാൻ ബി ലിങ്ക് ടു ദിസ് ഡിമാൻഡ് സപ്ലൈ ഡൈനാമിക്സ്. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം ഒരു നാട്ടിൽ 5 പാവങ്ങളുണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഈ 5 പാവങ്ങൾക്ക് ഒരു ചായ വാങ്ങിച്ച് കുടിക്കാനുള്ള പൈസ പോലും കയ്യിലില്ല. ഒരു ചായയുടെ വില 10 രൂപയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ ഗവൺമെന്റ് എന്ത് വിചാരിക്കുന്നു? ഗവൺമെന്റ് ഈ 5 പാവങ്ങളെയും കണ്ടിട്ട് പറയാണ് ഇവരൊരു ചായയെങ്കിലും പോയി കുടിക്കട്ടെ, ഒരു 10 രൂപയുടെ ഒരു 5-10 രൂപ നോട്ടങ്ങ് പ്രിന്റ് ചെയ്ത് ഇവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവർക്ക് ഓരോരുത്തർക്കും ഗവൺമെന്റ് 10 രൂപ വെച്ച് കൊടുത്തു. അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഇവരെല്ലാവരും ചായ ഡിമാൻഡ് ചെയ്യത്തില്ലേ? ഈ 5 പേരും ചായ ഡിമാൻഡ് ചെയ്യത്തില്ലേ? ഓർ ദ ഡിമാൻഡ് ഫോർ ചായ വുഡ് ഗോ അപ്പ്. അപ്പൊ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിന് എന്താ സംഭവിക്കുന്നത്? ഓർ ഡിമാൻഡ് ഇഫ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ സപ്ലൈ, പ്രൈസിന് എന്താ സംഭവിക്കുന്നത്? പ്രൈസ് വുഡ് ഇൻക്രീസ്. അപ്പൊ ഈ 10 രൂപയെ കിടന്ന ചായ ചിലപ്പോൾ 15 രൂപയാവും. അപ്പൊ ഈ 15 രൂപയെ കഴിഞ്ഞാൽ ഇപ്പൊ ഇവന്മാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പൈസ കൊടുത്തോ അവർക്ക് അത് പിന്നെ വന്നപ്പോഴത്തേക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതായി. സോ ദാറ്റ് ഇസ് ദ റീസൺ. നമ്മളിപ്പോൾ ചുമ്മാ കറൻസി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ എല്ലാം കയ്യിൽ പൈസ വരും, അവരെല്ലാം ഡിമാൻഡ് ചെയ്യും. ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ എക്കോണമിയിൽ സാധനങ്ങളുടെ വില കൂടും, ഇവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാതാവും. അപ്പൊ നമ്മൾ കുറെ കൺട്രീസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിംബാബ്വെ, ഹംഗറി ഇതുപോലുള്ള കൺട്രീസ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്, മിസ്റ്റേക്സ് കാണിച്ചിട്ടുണ്ട്. അവരുടെ ഗവൺമെന്റ്സ് അൺലിമിറ്റഡ് ആയിട്ട് കറൻസി പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ജർമ്മനിയിൽ എന്താ 1923 ഒരു ലോഫ് ഓഫ് ബ്രെഡിന് മില്യൺസ് ഓഫ് റുപ്പീസ് ആയിരുന്നു. ജസ്റ്റ് ഒരു പാക്കറ്റ് ബ്രെഡിന് മില്യൺസ് കൊടുക്കുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ. അത്രയ്ക്ക് ചുമ്മാ കറൻസി പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ that is what is going to happen. Or this phenomena of
ഇൻക്രീസ് ഇൻ പ്രൈസ് ഓവർ എ ടൈം പീരീഡ് അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യലി ഒരു പെട്ടെന്ന് ഇൻക്രീസ് ചെയ്താലും ഇറ്റ് ഇസ് സംതിങ് കോൾഡ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വിൽ ബി സ്റ്റഡിങ് ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ. പക്ഷേ ഐ വാണ്ടഡ് ടു ഗിവ് യു ആൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹൗ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു. Come and join iLearn IAS and feel the difference.